നിങ്ങൾ ഇതുവരെ ഒരു സ്റ്റേറ്റ് അവാർഡ്, ഒരു നാഷണൽ അവാർഡ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഞാൻ ചെയ്തൊരു സിനിമ ഒരു അവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ അത് ജനങ്ങളുടെ മനസ്സിലുണ്ടാവണം. അങ്ങനെ ഒരു സിനിമയാണ് പഞ്ചാബി ഹൗസ്. അതൊരു ഓസ്കാർ അവാർഡാണ്. ജോക്കർ ഇറങ്ങിയ സമയത്ത് തിയേറ്ററിൽ കാണാൻ പോയപ്പോൾ കൈതരാൻ കുറേ പേരെടുത്ത് പൊക്കുന്നു. അപ്പം ഈ കൈതരാൻ നിന്ന കൂട്ടത്തിൽ എൻ്റെ അച്ഛനും അമ്മയും വന്ന് അവരുടെ കൂട്ടത്തിൽ വന്ന് എനിക്ക് അയ്യോ അത് ഇപ്പം ആലോചിക്കുമ്പോൾ ഭയങ്കര കയ്യടി അങ്ങനെ ഞാൻ അത്ര അങ്ങനെ ആവാനുള്ള ഒരു അത്ര ഒരുപാട് വർക്ക് ഞാൻ ചെയ്തിട്ടില്ല. അല്ല, അദ്ദേഹം ചെയ്ത സിനിമകളിൽ ഏറ്റവും നമ്പർ 1 സിനിമ ഇതായിരിക്കും. അത്ര ഗംഭീരമാണ്. ഒരു ഇലക്ഷൻ എടുത്തുകൊണ്ട് പലരും ചോദിക്കുന്നു ഇത് ആ പാർട്ടിയാണോ അത് ഈ പാർട്ടി. അങ്ങനെയല്ല, ഇത് നടന്ന സംഭവങ്ങൾ തന്നെ വേറെ പേരുകളൊക്കെ ആയിരിക്കും, പക്ഷേ ആ നടന്ന സംഭവങ്ങൾ ആരാണ് എന്താണെന്നൊക്കെ ജനത്തിന് ഊഹിക്കാം. ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു വേഷമാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനത്തെ ഒരു വേഷം ഞാൻ ചെയ്തില്ല. പക്ഷേ എനിക്കിത് ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. ഈ ക്യാരക്ടറും ഈ സിനിമയും ഗംഭീരം. ഇതാണ് നിങ്ങളുടെ ഏറ്റവും നല്ല സിനിമ. കാര്യം 10-50 ദിവസം അതിൽ അഭിനയിച്ചു. എൻ്റെ കഥാപാത്രത്തിൻ്റെ രാമകൃഷ്ണൻ, ഇത് പുരുഷോത്തമൻ. അപ്പം ഞങ്ങൾ തമ്മിൽ തന്നെ 50 ദിവസത്തോളം പടച്ചു തീർക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരു ഇമ്പോർട്ടൻസ്. ചില സീനിലൊക്കെ ഞങ്ങൾ വെറുതെ നിൽക്കേണ്ടി വരുമായിരിക്കും, പക്ഷെ എന്നാൽ ആ പ്രസൻസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ വന്നിട്ടുണ്ട്. കരയുന്ന സീൻ വരുമ്പോഴത്തേക്കും സാധനം ഗ്ലിസറിൻ ഇടുക. എനിക്ക് ഗ്ലിസറിൻ ബുദ്ധിമുട്ടാണ്. കണ്ണി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കണ്ണി തുറക്കാം. അപ്പോൾ ഞാൻ പറയും നിങ്ങൾ അവിടെ ഏത് സീനാണ് കരയേണ്ടത്? ആ ഡയലോഗ് പറഞ്ഞു, ഈ ഡയലോഗ് ഒന്നും കരയും, ഞാൻ കരഞ്ഞാൽ പോരെ. അപ്പോൾ ഞാൻ അങ്ങനെ ആ സീൻ വരും പടപടാന്ന് കരയും. അപ്പോൾ ഇത് എങ്ങനെ പറ്റും? പഴയ പ്രേമോ എന്തെങ്കിലുമൊക്കെ ആലോചിക്കാമല്ലോ, എന്താ നഷ്ടപ്പെട്ട ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ആലോചിച്ച് നമുക്ക് കണ്ണീന്ന് ഭാര്യയായിട്ട് വഴക്കുണ്ടായ സീൻ ആലോചിച്ചൊന്നും കണ്ടിട്ടുണ്ട്. അത് കമലഹാസനൊക്കെ മ്യൂസിക് പ്ലേ ചെയ്യും ഷൂട്ടിങ്ങിന്. ആ ഫീൽ കിട്ടാനായിട്ട് ഇപ്പോൾ ഒരു വയലിൻ്റെ ബിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഉള്ളിൽ നമുക്ക് വയലിൻ, സെഹനായി, ഫ്ലൂട്ട് ഇതൊക്കെ ഒന്ന് വായിച്ച് അതിൻ്റെ ഒരു മ്യൂസിക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ വിധത്തിൽ എടുത്തു വെച്ചാൽ ഏകദേശം ആ ഡയലോഗിൻ്റെ ലെങ്ത്തിലൊക്കെ നമുക്ക് ഇട്ട് വെച്ച് ഫെയ്ഡ് ചെയ്ത് ഇട്ടുകൊടുത്ത് നമ്മൾ അറിയാതെ നമ്മൾ കരഞ്ഞു പോകും. മോഹൻലാലിനെ വെച്ച് ഒരു വന്ദനം റീമേക്ക് ചെയ്യാൻ നേരത്തെ അയാൾ ആദ്യം പറയാനായിട്ട് പറഞ്ഞത് വാട്ട് യു ആർ എക്സ്പെക്ടിങ് ഫ്രം മോഹൻലാൽ. അതിൻ്റെ 1% എനിക്ക് പറ്റില്ല, അല്ലെങ്കിൽ മാറ്റിക്കോണം, എനിക്ക് ചെയ്യാൻ പറ്റില്ല മോഹൻലാലിനോട്. അത്രയ്ക്ക് വലിയ ആക്ടേഴ്സാണ്. മലയാളത്തിലുള്ള എല്ലാ ആക്ടേഴ്സിനും അങ്ങനെ ഒരു പേര് മറ്റു ലാംഗ്വേജിലുള്ള ഇല്ല. ഇതുവരെ ഞാൻ ചെയ്ത ജോലി ഇപ്പൊ ഞാൻ കറന്റ് റേഡിയോ ജോക്കിയാണ് ക്ലബ് എഫ്എമ്മിൽ. അതൊക്കെ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് ചെയ്യണതാണ്. എനിക്ക് ഇഷ്ടമുള്ള പ്രൊഫഷനിൽ മാത്രമേ ഞാൻ ഇതുവരെ വർക്ക് ചെയ്തിട്ടുള്ളൂ. സിനിമയും നമ്മൾ പറയില്ലേ ഇപ്പോൾ കല്യാണം കഴിച്ചതിന് ശേഷം പ്രണയത്തിലാവാന്നൊക്കെ പറയില്ലേ, സിനിമ ആക്ച്വലി ഞാൻ ഫസ്റ്റ് സിനിമയിൽ എൻ്റർ ആയപ്പോഴാണ് ഈ സിനിമ എന്നുള്ള ആ ഒരു വലിയ ഒരു കലയുടെ ഒരു മഹത്വം അല്ലെങ്കിൽ അതിൻ്റെ ഒരു വാല്യൂ ഏറ്റവും കൂടുതൽ മനസ്സിലായത്. എത്ര ആൾക്കാർ അതിന്റെ പിന്നിൽ വർക്ക് ചെയ്യണം. നമ്മൾ ഈ 2.5 മണിക്കൂർ കാണുന്ന സിനിമയുടെ പിന്നില് എത്ര ആൾക്കാർ ഹാർഡ് വർക്ക് ആണ്. അതിന് ഭയങ്കര റെസ്പെക്ട് വേണ്ട ഒരു സാധനം. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഈ വർക്ക് അല്ലെങ്കിൽ സിനിമ എന്ന് പറയുന്നത് എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് അത്രയും ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ചെയ്യണതാണ്. അപ്പോൾ ഐ എം സോ ഹാപ്പി. കൂടുതൽ ചെയ്യാൻ പറ്റട്ടെ, നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റട്ടെ എന്നുള്ള വലിയ ആഗ്രഹം. ഹായ്, ഹലോ, നമസ്കാരം. സൈന സുദ് പ്ലസിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദിസ് ഇസ് മീ ഷിജിന ജോസ് പ്രകാശ്. പ്രതിച്ഛായ എന്ന ഏറ്റവും പുതിയ ചിത്രത്തിന്റെ വിശേഷങ്ങളുമായിട്ട് ഇതിന്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഈ സിനിമയിലെ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്ത 4 പേരാണ്. ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ഈ പ്രതിച്ഛായയുടെ ട്രെയിലർ കാണുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും കിട്ടുന്നൊരു ഗൂസ് ബംസ് ഉണ്ട്. അതായത് ഈ സിനിമ എന്തായാലും തിയേറ്ററിൽ പോയി കാണണം, മസ്റ്റായിട്ട് കാണേണ്ട പടമാണെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് ട്രെയിലർ സമ്മാനിച്ചിട്ടുള്ളത്. എന്താണ് പ്രതിച്ഛായ ഞങ്ങൾ പ്രേക്ഷകർക്ക് നൽകാൻ വേണ്ടി പോകുന്നത്? ആരായിരിക്കും ആദ്യം പറയാം? അതെ, ഈ പ്രതിച്ഛായ എന്ന വാക്ക് അന്വർത്ഥമാക്കുന്ന രീതിയിൽ ഈ ഒരു പേര്, ഈ ഒരു ടൈറ്റിൽ, അത് പടം ഇറങ്ങുമ്പം, പടം കാണുമ്പം അത് എന്താ പറയുക, കൃത്യമായിട്ട് ഇതിലെ കഥാപാത്രങ്ങളിലൂടെ ഈ ഒരു ഇമേജ് എങ്ങനെയാണ് ഈ ഓരോ ഇമേജുകൾ ഉണ്ടാവുന്നതെന്നും അത് ബ്രേക്ക് ആവുന്നതെന്നും ഈ ഇമേജുകൾ തകരുമ്പോൾ തകരുന്ന കുടുംബങ്ങളും കുടുംബ ബന്ധങ്ങളും അങ്ങനെയൊക്കെ ഒരുപാട് രസമുള്ളൊരു ഫാമിലി പൊളിറ്റിക്കൽ ഡ്രാമയാണ് അത് പ്രതിച്ഛായ. ഓഫ്കോഴ്സ് നമ്മൾ പൊതുവെ രാഷ്ട്രീയ സിനിമകൾക്ക് രാഷ്ട്രീയമാവും ഏറ്റവും കൂടുതൽ ഫോക്കസ്ഡ് ആവുന്ന ഒരു സാധനം. ഇതൊരു രാഷ്ട്രീയ സിനിമ എന്ന് നമുക്ക് അങ്ങനെ വിളിക്കാൻ പറ്റില്ല. ഒരു പക്ക ഫാമിലി കണക്റ്റഡ് ടു പൊളിറ്റിക്സ് എന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഫാമിലി എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ അതിലൊരു ഇമോഷണൽ എലമെൻറ്റ് വളരെയധികം ഉണ്ടാവും. അതിൽ സ്നേഹം, അതുപോലെ തന്നെ ദേഷ്യം, സങ്കടം ഒക്കെ ഉണ്ടാവുമല്ലോ ഒരു ഇമോഷൻ എന്ന് പറയുമ്പോൾ. ഇതൊക്കെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാണുന്ന സമയത്ത് നമ്മളിലൊക്കെ ഫാമിലിയുമായിട്ട്
ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അയ്യോ ഇങ്ങനെ നമ്മുടെ വീട്ടിലാണെങ്കിൽ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഓ ഇങ്ങനൊരു സംഭവം എന്താ വന്നാൽ എങ്ങനെ ഇരിക്കും, അതൊക്കെ അതായത് അതാ പറഞ്ഞു ഫാമിലി എന്ന് വരുമ്പോൾ നമുക്കൊക്കെ പെട്ടെന്ന് നമ്മൾ നമ്മുടെ ഫാമിലിനായിട്ട് കണക്ട് ചെയ്യൂല അങ്ങനത്തെ സിനിമകൾ കാണുമ്പോൾ. അതാ പറഞ്ഞ ഇതൊരു കുടുംബ പ്രേക്ഷകർക്ക് വളരെ ഇഷ്ടപ്പെട്ട് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണെന്നുള്ളതാണ്. അപ്പം പൊളിറ്റിക്സ് ഓഫ് കോഴ്സ് നമ്മുടെ കേരളത്തിൽ പൊളിറ്റിക്സ് എല്ലാവർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ രണ്ടും കൂടി മിക്സ്ഡ് അപ്പ് ആയിട്ട് വരുന്ന സമയത്ത് ഒരു പക്കാ മലയാളി ഇഷ്ടപ്പെടാനുള്ള എല്ലാ എലമെന്റ്സും ഉള്ള ഒരു മൂവിയാണ് പ്രതിച്ഛായ. അതന്നെ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഒരു ഏത് പൊളിറ്റീഷ്യനും അവൻ്റെ കുടുംബം അവരുടെ കഥകൾ അവരുടെ പ്രശ്നങ്ങളെല്ലാം പറയുന്നുണ്ടാവും. പക്ഷെ നമ്മൾ ഒരുപാട് സിനിമകൾ പൊളിറ്റീഷ്യൻസിൻ്റെ അല്ലെങ്കിൽ പൊളിറ്റിക്കലായിട്ടുള്ള കുറേ സിനിമകൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വേറെ രീതിയിലാണ്. നമ്മൾ കുടുംബകഥ പറയുന്നുണ്ട്, പക്ഷേ അത് പൊളിറ്റീഷ്യൻസായിട്ടുള്ളവരുടെ കഥകളിലേക്ക് വരാൻ നേരത്ത് അവരും ഈ കുടുംബവും തമ്മിൽ കണക്റ്റായി പോകുന്ന അവസ്ഥകളുണ്ട്. അത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ അവസ്ഥകൾ ഇതിന് നമ്മൾ വരച്ച് കാട്ടുന്നുണ്ട്. അതിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ പുതുമയുള്ള കുറേ സീനുകളോടുകൂടി അതിൻ്റെ കുരുക്കൾ ഉണ്ടാക്കിക്കൊണ്ട് ആ കുരുക്കൾ അഴിക്കാൻ പറ്റാത്ത അവസ്ഥകൾ വന്നിട്ട് അതെല്ലാം അവസാനം നല്ല രീതിയിൽ അഴിച്ച് നല്ല ഗംഭീരമായിട്ടുള്ളൊരു ഫിനിഷ് നിർത്തുന്നത്. അത് എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ചിലപ്പോൾ ആദ്യമായിരിക്കും. അതാണ് പൊളിറ്റിക്സ് ഉണ്ട്, പക്ഷേ ഇത് ഫാമിലി സബ്ജക്റ്റുമാണ്. എല്ലാ പ്രേക്ഷകർക്കും കാണാൻ പറ്റിയ ഒരു സബ്ജക്റ്റ് തന്നെയാണ്. രണ്ടും മിക്സ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഈ പടത്തിൻ്റെ ലാസ്റ്റ് ഷോട്ട് കഴിഞ്ഞതിന് ശേഷം ഉണ്ണികൃഷ്ണൻ പറഞ്ഞു, ഉണ്ണികൃഷ്ണൻ എല്ലാ സിനിമകളും കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതാണ് നിങ്ങളുടെ ഏറ്റവും നല്ല സിനിമ. കാര്യം 10-50 ദിവസം അതിൽ അഭിനയിച്ചു. എൻ്റെ കഥാപാത്രത്തിൻ്റെ രാമകൃഷ്ണനാണ്, ഇത് പുരുഷോത്തമൻ. അപ്പം ഞങ്ങൾ തമ്മിൽ തന്നെ 50 ദിവസത്തോളം പറഞ്ഞു തീർക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഇമ്പോർട്ടൻസ് വരും. ചില സീനിലൊക്കെ ഞങ്ങൾ വെറുതെ നിൽക്കേണ്ടി വരുമായിരിക്കും, പക്ഷെ എന്നാൽ ആ പ്രസൻസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം ഒരു ചെറിയ പടമേ അല്ല, ഇതൊരു വലിയ പടമാണ്. മോഹൻലാലില്ലെന്നേ ഉള്ളൂ. ആൾക്കൂട്ടമാണെങ്കിൽ 6000 പേര് 7000 പേര് മിനിമം 1000 പേരെങ്കിലും ഇല്ലാത്ത ദിവസമില്ല. അപ്പം വളരെ ലാവിഷായിട്ട് വളരെ ടെക്നിക്കൽ സൈഡാണെങ്കിൽ ശരിയാണ്. ലേറ്റസ്റ്റ് ക്യാമറകൾ ഒരുപാടെണ്ണം ഉപയോഗിച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഒന്നിനും ഒരു മഞ്ഞ വരുത്താതെ അതിഗംഭീരമായിട്ട് ഇഷ്ടം പോലെ സമയം എടുത്ത് നന്നായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റി. പിന്നെ ആർട്ടിസ്റ്റുകളുടെ നിന്നൊക്കെ നന്നായിട്ട് ജോലി വാങ്ങിക്കാനുള്ള മാജിക്ക് പുള്ളിക്കുണ്ട്. അങ്ങനെ എല്ലാവരും നന്നായിട്ട് അഭിനയിച്ച ഒരു നല്ല പടമാണ്. കേരളത്തിൽ കഴിഞ്ഞ 10-12 വർഷത്തിനിടത്തുള്ള സംഭവവികാസങ്ങൾ ഇതിനകത്തുണ്ട്. എന്നാൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഒരു ഇലക്ഷൻ എടുത്തുകൊണ്ട് പലരും ചോദിക്കുന്നുണ്ട്, ഇത് ആ പാർട്ടിയാണോ അത് ഈ പാർട്ടി? അങ്ങനെയല്ല, ഇത് നടന്ന സംഭവങ്ങൾ തന്നെ, വേറെ പേരുകളൊക്കെ ആയിരിക്കും, പക്ഷേ ആ നടന്ന സംഭവങ്ങൾ ആരാണ് എന്താണെന്നൊക്കെ ജനത്തിന് ഊഹിക്കാൻ പറ്റും. അങ്ങനെയാണ് ഇത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ടെക്നിക്കലി ആൻഡ് എസ്തെറ്റിക്കലി ഇറ്റ് വിൽ ബി എ വെരി ഗുഡ് ഫിലിം. ഈ ട്രെയിലർ ലോഞ്ചിന്റെ സമയത്ത് നമ്മുടെ ഡയറക്ടർ പറഞ്ഞത് ഇതൊരു വലിയ മുതൽമുടക്കിൽ വരുന്നൊരു ചിത്രമാണ്, അതുപോലെ തന്നെ ഞാൻ നിലനിൽക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ഒരു ചിത്രം കൂടിയാണ്. അല്ല, അദ്ദേഹം ചെയ്ത സിനിമകളിൽ ഏറ്റവും നമ്പർ 1 സിനിമ ഇതായിരിക്കും. അത്ര ഗംഭീരമാണ്. ആൻഡ് കമൻസ് വരുന്നുണ്ട് ഈ ട്രെയിലറിന് താഴെയും ഇതൊരു മികച്ച ചിത്രമായിരിക്കും ഉറപ്പാവും, അതുപോലെ തന്നെ ബി ഉണ്ണികൃഷ്ണൻ്റെ ഒരു തിരിച്ചുവരവും കൂടിയാണ് ഈ സിനിമ. അത് ആ കോൺഫിഡൻസ് ഇപ്പം നിങ്ങളുടെ കഥ പറയുമ്പോഴും നിങ്ങൾ അതിൽ ഇന്നാവുമ്പോഴും ഷൂട്ടിംഗ് പ്രോസസ്സിങ്ങിലും ലാസ്റ്റ് ഇപ്പം ഡബ്ബിങ് സമയത്താണെങ്കിലും നിങ്ങൾക്ക് ആ ഫീൽ എങ്ങനെ കിട്ടണേ ശരിക്കും? അത് ശരിക്കും അഭിനയിക്കുമ്പോഴും നമുക്ക് ഗ്രാജുവലായിട്ട് കിട്ടിക്കൊണ്ടിരുന്നു, കുറച്ച് ചെയ്തു വരുമ്പോൾ. പക്ഷെ അത് ഡബ്ബിങ് സമയത്ത് ചെന്നപ്പോഴാണ് നമ്മളത് കാണുന്നത്. അദ്ദേഹം എടുത്തതിൻ്റെ ഒരു പാറ്റേണും സ്പോട്ടിൽ നമുക്ക് എഡിറ്റിങ്ങിൽ കാണാൻ പറ്റും, എങ്കിൽ തന്നെയും അത് മൊത്തം നമ്മൾ ഡബ്ബിങ് സമയത്ത് അത് കണ്ടപ്പോൾ ഉണ്ടാകുന്നത് രസം സംഭവം തന്നെ ഉണ്ടാകും. ഡബ്ബിങ് കഴിഞ്ഞ ഉടനെ നമ്മൾ ഡയറക്ടറെ വിളിച്ച് പറഞ്ഞു, രസമായിട്ടുണ്ടാകും, ഗംഭീരമായിട്ടുണ്ട്, ക്യാമറയും അടിപൊളിയായിട്ടുണ്ട്, ക്രൗഡൊക്കെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക്. 6000 ജൂനിയർ ആർട്ടിസ്റ്റിനെയൊക്കെ വെച്ചിട്ട് ഒരു ഷോട്ട് എടുക്കാം മിക്ക ദിവസങ്ങളിലും. 1000 പേരും 2000 പേര് 1500 പേരൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഒരു സീനിൽ 6000 പേരെ വെച്ചുകൊണ്ടാണ് ഒരു സീൻ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അതൊക്കെ നമുക്ക് തോന്നിയത് റിയൽ സംഭവം നടക്കുന്ന പോലെ ഫീൽ ചെയ്തു. അത്ര ഗംഭീരമായിട്ട് നമ്മൾ ഓരോ ക്യാരക്ടേഴ്സിനും നമുക്ക് ഓരോ ആർട്ടിസ്റ്റിനും ക്യാരക്ടേഴ്സിനും പറഞ്ഞു തരുന്നതിൻ്റെ ശൈലി അത് എടുത്തെടുത്ത് വരാമെന്നെടുത്ത് നമ്മൾ തന്നെ ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു വേഷമാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനത്തെ ഒരു വേഷം ഞാൻ ചെയ്തില്ല, പക്ഷെ അതിനെക്കുറിച്ച് കൂടുതൽ എനിക്ക് പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അത് പറഞ്ഞാൽ കുറേ പറയേണ്ടി വരും, അതുകൊണ്ടാണ് കുറേ പുറകിലേക്ക് പറഞ്ഞാൽ മാത്രമേ ആ ക്യാരക്ടറിനെ കിട്ടുള്ളൂ. പക്ഷേ എനിക്കിത് ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. ഈ ക്യാരക്ടറും ഈ സിനിമയും ഗംഭീരമാണ്. എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഇപ്പം ഷൂട്ടിംഗ് സമയത്താണെങ്കിലും ഡയറക്ടറിൻ്റെ ഇടയ്ക്കും നമുക്ക് ഒരു സിനിമ ചെയ്യുമ്പോൾ മനസ്സിലാവുമല്ലോ, ഇപ്പം നമ്മളൊരു കഥ കേൾക്കും, ചിലപ്പോൾ സിനിമ വരുമ്പോൾ അല്ലെങ്കിൽ ഷൂട്ടിംഗ് സമയത്ത് വരുമ്പോൾ ഇതത്ര ആ പറഞ്ഞ രീതിയിലല്ല ഈ സിനിമ പോകുന്നതെന്ന് നമുക്കൊരു ഫീല് വരുമല്ലോ. നിങ്ങൾക്ക് ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ പ്രോസസ്സിങ് എങ്ങനെയായിരുന്നു ഫീൽ ചെയ്തത്?
ഇതിൽ ക്ലിയർ കട്ട് ഐഡിയ ഇതിലെ സിനിമയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എനിക്ക് തോന്നുന്നു ആക്ടേഴ്സിന് അത്ര ഒരു ഡൗട്ട്ഫുൾ ആവേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റി നമുക്ക് വളരെ വ്യക്തമായി പറഞ്ഞുതരാൻ ഉണ്ണീഷ്ണ സാർ ഉണ്ട്. സാർ എനിക്ക് ഞാൻ അത്ര ഇതിനെപ്പറ്റി ധാരണ ഇല്ല, അത്ര സീനിയർ ഒന്നും അല്ലല്ലോ. അപ്പോൾ എനിക്ക് നല്ല കൺഫ്യൂഷൻ ഉണ്ട് എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ട്. അപ്പോൾ അത് നമ്മൾ ചോദിക്കുമ്പോൾ ഈ ക്യാരക്ടറിൻ്റെ റാണി എന്നാണ് എൻ്റെ ക്യാരക്ടറിൻ്റെ പേര്, ഈ ക്യാരക്ടറിന് ഈ സമയത്ത് ഇങ്ങനത്തെ ഒരു ഇമോഷൻ ആയിരിക്കും എന്ന് പറഞ്ഞു തരാനും അത് നമ്മളിൽ നിന്ന് സാറ് പറഞ്ഞ പോലെ തന്നെ രാജുട്ടൻ പറഞ്ഞ പോലെ തന്നെ നമ്മളിൽ നിന്ന് എടുക്കാനുള്ള ഒരു കഴിവ് ഡയറക്ടർക്ക് ഉണ്ടാവുക എന്നുള്ളതാണല്ലോ. അപ്പോൾ നല്ലൊരു ഫിലിം മേക്കറുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറേ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം നമ്മൾ കുറച്ചുകൂടി ഈസി ആവും, എല്ലാം വർക്ക് ചെയ്യാൻ നമുക്ക് എളുപ്പമാണ്. അപ്പോൾ ഓരോ ദിവസം പോകുന്തോറും ഈ സിനിമയുടെ ഒരു മാറ്റം ഇങ്ങനെ കൂടിക്കൂടി വരുന്നത് അഭിനയിക്കുമ്പോൾ നമുക്ക് വല്ലാണ്ട് ഫീൽ ചെയ്യും. ഇനി ഞങ്ങളത് സ്ക്രീനിൽ കാണാൻ എന്താ പറയുക എക്സൈറ്റഡ് ആണ്. ഇപ്പൊ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉണ്ടല്ലോ, ഇപ്പം 6000-7000 പേര് ഉണ്ടെന്ന് പറയെങ്കിലും ഒരുപാട് ക്യാരക്ടേഴ്സ് ഇതിൽ വരുന്നുണ്ട്. കാസ്റ്റിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ സിനിമയിൽ. ഇതിൽ കാസ്റ്റിങ്ങിനെ കുറിച്ച് ഈ ട്രെയിലർ വന്നപ്പോൾ തന്നെ ആളുകൾ സംസാരിച്ചു, ഇത്രയധികം ആളുകൾ, അപ്പോൾ അത് എങ്ങനെയായിരിക്കും ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റുക എന്നതിൽ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. സോ ഈ ഒരു ഐസ് ബ്രേക്കിംഗ് ഉണ്ടല്ലോ, ഇത്ര ആളുകൾ അവർക്ക് കൂടെ അഭിനയിക്കുന്ന സമയത്ത് ഇപ്പോൾ അറിയുന്ന ആളുകൾ തന്നെയായിരിക്കും പല സിനിമയിൽ കാണുന്നത്. എങ്ങനെ ഈ ഐസ് ബ്രേക്കിംഗ് നടക്കുക ശരിക്കും? ഒരു സെറ്റിലേക്ക് പോകുമ്പോൾ പുതിയ സെറ്റാണ്, പുതിയ കഥയാണ്, ഐസ് ബ്രേക്കിംഗ് എങ്ങനെയാണ് ശരിക്കും സംഭവിക്കുക? 1-2 ദിവസത്തിനുള്ളിൽ സംഭവിക്കും. അതെ, നമ്മൾ ഏറ്റവും കൂടുതൽ ആ സിനിമ ഏത് പശ്ചാത്തലത്തിലാണ് ഇപ്പൊ സിനിമയിൽ എല്ലാ ഇടത്തും നമ്മൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. നമ്മളുള്ള മെയിൻ ആയിട്ടുള്ള ഒരു പശ്ചാത്തലം ഉണ്ടായിരിക്കും, ചിലപ്പോൾ ചിലർക്ക് ത്രൂ ഔട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി 1-2 ദിവസം ആകുമ്പോൾ ആ പശ്ചാത്തലത്തിലുള്ള ആൾക്കാരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മിങ്കിൾ സംഭവിക്കുന്നതാണ്. കാരണം നമ്മളോട് ചെന്ന ഉടനെ തന്നെ ആ ക്യാരക്ടർ ആകാൻ പറ്റില്ല. ഒരു ദിവസം ചിലപ്പോൾ എനിക്കൊക്കെ ഒരു ദിവസം ഒന്ന് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. കാരണം വെച്ചാൽ ഈ സബ്ജക്റ്റ് എൻ്റെ അടുത്ത് പറയാൻ സബ്ജക്റ്റായിട്ടല്ല പറഞ്ഞു, കുറേ സംഭവങ്ങളും പറഞ്ഞിട്ട് ക്യാരക്ടറും പറഞ്ഞ് ഒരു വിശദീകരണം തരികയാണ് ചെയ്തത്. അപ്പോഴും ഞാൻ ചോദിച്ചു ഉണ്ണിയേട്ടൻ ഇത് ഞാൻ ചെയ്താൽ നിൽക്കുമോ, ഇത് വശം ചെയ്യാൻ പറ്റും എന്നേ പറഞ്ഞുള്ളൂ. പിന്നെ നമുക്ക് ടെൻഷനായി. പിന്നെ ഓരോ ഫ്രെയിമും നമ്മൾ എടുക്കുമ്പോൾ ചോദിക്കണം ഓക്കെയാണ്, ഓരോ ഒരു ഷോട്ട് കഴിഞ്ഞ് ഉടനെ മോണിറ്ററിൻ്റെ അവിടെ വരും, ചേട്ടാ ഓക്കെയാണ്, ഓക്കെ ആണ്. അപ്പോൾ പുള്ളി മൊത്തത്തിൽ അറിയാവുന്ന ആ മറ്റേ പറയാൻ പാടില്ലാത്ത പല കാര്യങ്ങളും പിന്നെ പറഞ്ഞിട്ടില്ല. അത് പറയാതെ വന്നിട്ട് പിന്നെ ഷൂട്ട് ചെയ്യുന്ന സമയത്താണ് പറഞ്ഞത് ഞാൻ അന്നത് പറയാതിരുന്നത് ഇന്നെടുക്കാൻ ആ സീനാണ്, നമ്മൾ ഇങ്ങനൊരു സീനാണ്. അപ്പോൾ അവിടെ അത് അശം കാണിക്കാൻ പാടില്ല ആ ഫീല് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സംഭവങ്ങളുണ്ട്. അതെനിക്ക് ആ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഞാൻ അഭിനയിക്കുന്നത്, പറയാതെ പറഞ്ഞിട്ട് ചെയ്യിക്കുന്നത്. അപ്പം അങ്ങനെ കുറേ സാധനങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യിച്ചിട്ടുണ്ട് പുള്ളി. നല്ലൊരു സിനിമയുടെ ഭാഗമായി എന്നുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ കൂടിയിട്ട് നമുക്കിപ്പോ ഫിലിമിന്റെ ഔട്ട്കം എന്താന്ന് നമുക്ക് അറിയില്ല, അത് പ്രേക്ഷകരാണ് കംപ്ലീറ്റ്ലി തീരുമാനിക്കുന്നത്. പക്ഷെ നമ്മളൊരു ഷൂട്ട് കഴിഞ്ഞിട്ട് ഒരു സെറ്റിൽ നിന്ന് പോകുമ്പോ ഓക്കെ ഞാനൊരു നല്ല സിനിമയുടെ ഭാഗമായി എന്നുള്ളൊരു സന്തോഷം ഉണ്ടല്ലോ, അത് സിനിമ വിജയമോ അല്ലയോ എന്നുള്ളത് സെക്കൻഡറി. ആസ് എൻ ആക്ടർ നമുക്ക് ഉണ്ടാവുന്ന ആ ഫീല് ഭയങ്കര വലുതാണ്. എനിക്കൊരു ആക്ടർ എന്നുള്ള നിലയ്ക്ക് അത് കിട്ടി, വളരെയധികം സാറ്റിസ്ഫൈഡ് ആയിട്ട് ഞാൻ ഇരുന്നൊരു സിനിമയാണ്. അപ്പോൾ അത് ഞാൻ എടുത്ത് പറയണം എന്ന് ആഗ്രഹിച്ചു, അതുകൊണ്ടാണ് പറഞ്ഞത്. നിങ്ങൾ എല്ലാവരും ഒരുപാട് സിനിമകളുടെ ഭാഗമായ ആളുകളല്ലേ, ഇപ്പോഴും അഭിനയിക്കുന്ന സമയത്ത് ഇപ്പോൾ 2 തരത്തിൽ ആർട്ടിസ്റ്റുകളുണ്ട്. ഒന്ന് ഡയറക്ടർ പറയുന്ന രീതിയിൽ പെർഫോം ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു സ്ക്രിപ്റ്റ് കേട്ട് നമ്മുടെ കയ്യിൽ നിന്ന് എക്സ്പീരിയൻസ് കൊണ്ട് പെർഫോം ചെയ്യുന്നവരുണ്ട്. നിങ്ങൾ 4 പേരും എങ്ങനത്തെ ഒരു ആർട്ടിസ്റ്റാണ് ശരിക്കും? ഈ ഡയറക്ടർ ഇപ്പം അങ്ങനെയല്ല, ഈ നമുക്ക് നമ്മുടെ കണ്ടപടി ഇതായിട്ട് ചെയ്യാൻ പറ്റില്ല. ക്യാരക്ടർ ഇന്നതാണെന്ന് ഡയറക്ടർ എനിക്കിപ്പോഴും ഒരു പടത്തിന് ചെല്ലുമ്പോൾ ഫസ്റ്റ് ഷോട്ടിന് ഒരു വെങ്കലാപ്പുണ്ട്. അപ്പോൾ ആദ്യത്തെ ആ ഷോട്ട് ഡയറക്ടർ പറഞ്ഞു തരുമല്ലോ, അപ്പോൾ ഇതാണ് പുള്ളി ഉദ്ദേശിക്കുന്നത്, ഈ ക്യാരക്ടറിൻ്റെ ഇതാണ് മൂടെന്ന് അത്രേ പറയുള്ളൂ. പിന്നെ നമുക്ക് പെർഫോം ചെയ്യാനല്ലേ നമ്മൾ പൈസ കൊണ്ടുവന്ന് ബുക്ക് ചെയ്തിട്ടിരിക്കുന്നത് പുള്ളി. അപ്പോൾ ആ ഫസ്റ്റ് ഷോട്ട് ചെയ്യുമ്പോൾ ഒരു പതർച്ചയുണ്ട്. പക്ഷെ ആ ഷോട്ട് ഡയലോഗും പറഞ്ഞ് കറക്റ്റായിട്ട് വരുമ്പോഴത്തേക്കും അവർ ഓക്കെ പറഞ്ഞ് വെരി ഗുഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അപ്പോഴും ട്രാക്കിലായി. പിന്നെ അവിടുന്ന് ആ ക്യാരക്ടർ പൊക്കോളും. പക്ഷെ അവിടെ ചെന്ന് ആ ഷോട്ട് ചെയ്യുന്നവരൊരു പതർച്ചയുണ്ട്. അത് എത്ര എക്സ്പീരിയൻസ്ഡ് ആണെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടാവും. പിന്നെ അവർ ഇത് ക്യാരക്ടറിലോട്ടായി. 24 മണിക്കൂർ ആ ക്യാരക്ടർ എന്നല്ല, നമ്മൾ ക്യാമറയുടെ മുമ്പ് ചെന്ന് ഡയലോഗ് പറയാൻ നിൽക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ ഇതിന് ഇങ്ങനത്തെ ഒരു സ്റ്റൈലിലാണ് ഇത് നടക്കുന്നത്, അല്ലെങ്കിൽ ഇതിന് കുറച്ച് വാക്കിങ്ങിൽ സ്പീഡ് വേണം, അല്ലെങ്കിൽ ഇതൊരു വേറെ രീതിയിൽ നടക്കണം എന്നൊക്കെ നമുക്കൊരു മനസ്സിൽ ധാരണ ഉണ്ടാകും. ക്യാരക്ടർ പറഞ്ഞില്ലെങ്കിൽ നമുക്ക് ആ ക്യാരക്ടർ മനസ്സിലാവുമല്ലോ. മനസ്സിലാക്കി നമ്മൾ ചോദിക്കും എന്താണ് ശരിക്കും ഉദ്ദേശിച്ചത്, ഇതിൻ്റെ സ്വഭാവം എന്താണ്, ശരിക്കും ഇയാൾ ദുഷ്ടനാണോ അല്ലെങ്കിൽ നല്ലവനാണോ അതോ ഇത് വേറെ ഏതെങ്കിലും, അങ്ങനെയൊക്കെ ചോദിക്കും ആദ്യമേ. അത് ഡയറക്ടേഴ്സ് പറഞ്ഞു തരും. നമ്മൾ പറയുന്നില്ലെങ്കിലും പെർഫോം ചെയ്യുന്നതെങ്കിൽ തെറ്റുണ്ടെങ്കിൽ അത്ര വേണ്ട കേട്ടോ, ഒന്ന് കുറയ്ക്കാം, അല്ലെങ്കിൽ ഇത് ശകലം കൂടെ ഒന്ന് ഓവറാക്കിയാൽ നന്നായിരിക്കും.
ഒന്ന് ചേട്ടൻ ഒന്ന് ഇളകി ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ നമ്മളങ്ങ് ഇളകും. ഇതിനകത്ത് ക്യാരക്ടർ എന്താ വെച്ച് കഴിഞ്ഞാൽ വളരെ മെച്ചൂർഡ് ക്യാരക്ടറാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു ഫാസ്റ്റ് മൂവ്മെൻറ്റ്സോ ധൃതിയിൽ പറയലോ ഫാസ്റ്റ് അങ്ങനെ ഒന്നുമില്ല. വളരെ ആലോചിച്ച് ഒരു ബുദ്ധിയുള്ള ഒരു നല്ല രാഷ്ട്രീയക്കാരൻ്റെ തന്ത്രം ഒക്കെ ഉള്ള ആൾ വളരെ അങ്ങനെ പറയുള്ളൂ. ചേട്ടൻ്റെ കൂടുതലും റിയാക്ഷൻസ് ഒരുപാടുണ്ട്. ലുക്ക് റിയാക്ഷൻസ് ഒക്കെ വളരെ പ്രോമിനൻസ് ആയിട്ടുള്ള സംഭവങ്ങളാണ് ഇതിൽ. അത് ഭയങ്കര എല്ലാം എടുക്കും, നല്ല എല്ലാവരുടെയും റിയാക്ഷനൊക്കെ പുള്ളി എടുക്കും. ഒരാൾ ഡയലോഗ് പറഞ്ഞ അയാളെ മാത്രം വെച്ചോണ്ടിരിക്കില്ല, അത് കേട്ടോണ്ടിരിക്കുന്നവരുടെ ഡിഫറെൻറ്റ് റിയാക്ഷൻ എടുത്തു വയ്ക്കും. ഈ സിനിമ സെറ്റ് നിങ്ങൾക്ക് പുതിയ അനുഭവമാണ്. ഇപ്പോൾ പല ഇന്റർവ്യൂവിൽ പറയുന്നത് ഞാൻ കേട്ടു. ഈ ഓരോ സെറ്റും പുതിയ പുതിയ പാഠങ്ങളായിരിക്കും പഠിക്കുക. ഈ സെറ്റിൽ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് കിട്ടിയ അല്ലെങ്കിൽ ബാക്കിയുള്ള ഇനിയും സിനിമകൾ ചെയ്യാനുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന രീതിയിൽ ഈ സെറ്റിൽ നിന്ന് പഠിച്ചെടുത്ത ഒരു കാര്യം എന്താ? അങ്ങനെ പറയാൻ പറ്റില്ല നമുക്ക്. ഇതിപ്പോൾ നമ്മൾ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമകളിൽ പല ഡയറക്ടറിന് പല ശൈലികളുണ്ട്. പക്ഷേ ഈ ഉണ്ണിയേട്ടൻ്റെ കൂടെ ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്തിരുന്നു. ഈ ഒരു ശൈലിയും ഈ ഒരു രീതിയും ഒക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് എനിക്കൊരു പുതിയ അനുഭവമായിട്ട് തോന്നുന്നത്. വളരെ ഇപ്പോൾ ഒരു വലിയ ഡയലോഗ് എനിക്ക് എഴുതി തന്നിട്ട് അത് ഞാൻ പഠിച്ചു. പിന്നെ എന്താ രാജേട്ടൻ പറഞ്ഞ പോലെ അത് ബൈഹാർട്ട് ഇങ്ങനെ പഠിച്ച് വെച്ചിട്ട്, പക്ഷേ അത് തന്നെ ഒരു 2 ദിവസം കൊണ്ടാണ് ആ ഷോട്ട് എടുത്ത ആ ഡയലോഗ് കട്ട് വെച്ചിട്ട് ഇങ്ങനെ ട്രോളി മൂവ്മെൻറ്റ് വെച്ചിട്ട് എത്ര സമയം എടുത്തിട്ട് അത് ചെയ്തെന്നറിയാം. പക്ഷെ അതിൻ്റെ ഒരു ഭംഗി വേറെയാണ്. പണ്ട് ഒറ്റടിക്ക് വേണമെങ്കിൽ റൗണ്ട് ട്രോളിയൊക്കെ ഇട്ടിട്ട് നമുക്കത് എടുക്കാൻ പറ്റും. ചിലപ്പോൾ സ്ട്രെയിറ്റ് ആണെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റും. ഇതങ്ങനല്ല, എല്ലാം മുറിച്ച് എന്നിട്ട് അത് എഡിറ്റ് ചെയ്ത് വെക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഭംഗി, അത് ഭയങ്കര സംഭവം. ഓക്കെ, അത് 100 ദിവസം ഷൂട്ട് ചെയ്യാന്ന് പറയുന്നത് വലിയൊരു പ്രോസസ്സിംഗ് ആണല്ലോ. എത്ര ദിവസം ഉണ്ടായിരുന്നു ശരിക്കും ഷൂട്ടിൽ? ഞാനൊരു അറൗണ്ട് 35-40 ഡേയ്സോളം പലപ്പോഴായിട്ട് വന്നു പോയെന്ന് തോന്നുന്നു. നമ്മളില്ലാതെ വേറെ സീനാണ് ബാംഗ്ലൂർ, കുളു, മണാലിയിലൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ നിങ്ങളുടെ ഷൂട്ട് എവിടെയാണ് നടന്ന സ്ഥലം? ഇപ്പൊ നമ്മളൊരു ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത് ചിലപ്പം എപ്പോഴും ആർട്ടിസ്റ്റ് പറയുന്നത് നമുക്ക് ചുറ്റുമുള്ള ആളുകളെ ഒബ്സർവ് ചെയ്തിട്ട് നമ്മൾ ഒരു ക്യാരക്ടർ അല്ല, ഒരു ആക്ടർ എന്നുള്ള ലൈഫ് ലോങ് അല്ല സ്റ്റഡി ചെയ്യണം. ലൈഫ് ലോങ് വഴി കാണുന്ന കഥാപാത്രങ്ങൾ, കാര്യങ്ങൾ, ആംഗ്യങ്ങളൊക്കെ നമ്മൾ നോക്കും. ചില ഡയലോഗുകളൊക്കെ എടുത്തു വെക്കണം. അതിപ്പോഴും ഇപ്പോഴും പ്രോസസ്സിംഗ് ആണോ? ഒരാളെ കാണുമ്പോൾ അവരുടെ മാനറിസം പഠിക്കുകയല്ലേ, രസമുണ്ടല്ലോ. ഞാനല്ലേ അന്ന് പറഞ്ഞത്, ഡയറക്ടർ തന്നെ നമ്മൾ പഠിക്കുകയല്ല, പുള്ളി ഇങ്ങനെ പറയുന്നത് ക്യാമറ അന്ന് ഞാൻ ട്രെയിലർ പറഞ്ഞിട്ട് പറഞ്ഞില്ല. അത് ഒബ്സർവേഷനിൽ കിട്ടുന്നതാണ്, ഇല്ലെങ്കിൽ അറിയില്ലല്ലോ. ഈ ഒബ്സർവേഷൻ എപ്പോഴും നടക്കുന്നുണ്ട്. ലൈഫിൽ എപ്പോഴെങ്കിലും നടന്നൊരു സംഭവം ഈ സിനിമയിൽ അഭിനയിക്കേണ്ടി വന്നിട്ടുണ്ടോ? അങ്ങനെയും സംഭവിക്കാമല്ലോ. നേരത്തെ പറഞ്ഞതാണ് അതിൽ പാർവതി പരിണിയം എന്ന് പറഞ്ഞ പടത്തിലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞാണ്. എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു പള്ളി കിടക്കുന്ന ഭിഷക്കാരനാണ് ഞാൻ അവിടെ ഹമ്മ എന്നൊക്കെ പറഞ്ഞ് കൈകാലാവില്ല, അതൊക്കെ ഞാൻ പറഞ്ഞതാണ്. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷെ അതിങ്ങനെ എടുത്തിട്ട് വരുമ്പോൾ പോസ്റ്റ് ചെയ്യാന്നല്ല, ആ സമയത്ത് നമ്മുടെ മനസ്സിൽ തോന്നിയാൽ അതങ്ങടുത്ത് നമ്മളത് ചെയ്യും. അത് കറക്റ്റാണെന്ന് ആദ്യം തന്നെ നമ്മൾ ചെയ്തു എന്ന് പറഞ്ഞു നോക്കും. ഡയറക്ടറോട് പറയും, ഇത് നമുക്ക് ഇവിടെ വേണമെങ്കിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ശൈലി പിടിച്ചോ എന്ന് പറയുമ്പോൾ നമ്മളത് ചെയ്യും. ചേട്ടൻ അങ്ങനെ എന്തെങ്കിലും എന്താണ് ഈ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ സിനിമയിൽ അങ്ങനെ അഭിനയിക്കേണ്ടി വന്നിട്ടുണ്ടോ? അങ്ങനെയില്ല. ഇപ്പോൾ തന്നെ കരയുന്ന സീൻ വരുമ്പോഴത്തേക്കും സാധനം ഗ്ലിസറിൻ ഇടുക. എനിക്ക് ഗ്ലിസറിൻ ബുദ്ധിമുട്ടാണ്, കണ്ണിട്ട് കഴിഞ്ഞാൽ പിന്നെ കണ്ണി തുറക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറയും, നിങ്ങൾ അവിടെ ഏത് സീനിലാണ് കരയേണ്ടത്? ആ ഡയലോഗ് പറഞ്ഞ് ഈ ഡയലോഗ് ഒന്നും കരയണം, ഞാൻ കരഞ്ഞാൽ പോരെ. അപ്പോൾ ഞാൻ അങ്ങനെ ആ സീൻ വരുമ്പോൾ പടപടാന്ന് കരയും. അപ്പോൾ ഇതെങ്ങനെ എങ്ങനെ പറ്റും? ഞാൻ പറയും, എൻ്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും വിഷമിപ്പിച്ചത് അല്ലെങ്കിൽ അമ്മയുടെ മരണം, അത് ഇതൊക്കെ മനസ്സിലുണ്ട്. ഞാൻ ആ സമയത്ത് ഇങ്ങനെ അത് ആലോചിക്കും. എന്നാൽ അത് ആലോചിക്കുമ്പോൾ എൻ്റെ കണ്ണ് പറഞ്ഞ് പടപടാന്നുണ്ടാവും. അങ്ങനെയാണ് കരയുന്ന സീൻ ചെയ്യുന്നതിൻ്റെ ഒരു സംഭവം. ഇപ്പോഴും തന്നെ എന്തെങ്കിലും ഒരു പഴയ പ്രേമോ എന്തെങ്കിലുമൊക്കെ ആലോചിക്കാമല്ലോ, നഷ്ടപ്പെട്ട പ്രേമങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ആലോചിച്ച് നമുക്ക് കണ്ണീന്ന് പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കും. അല്ല, ഈ ഇങ്ങനെ സീക്വൻസ് എടുക്കുമ്പോൾ ഞാൻ ആലോചിച്ചു അത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആലോചിക്കുന്നു. അല്ലാതെ അവിടെ ഭാര്യയായിട്ട് വഴക്കുണ്ടായ സീൻ ആലോചിച്ചൊന്നും കണ്ടിട്ടുണ്ട്. അല്ല, ഇമോഷണൽ സീൻസ് ഒക്കെ എടുക്കാൻ നേരത്ത് പണ്ട് കമലഹാസനൊക്കെ മ്യൂസിക് പ്ലേ ചെയ്യും ഷൂട്ടിങ്ങിന്. ആ ഫീല് കിട്ടാനായിട്ട് ഇപ്പോൾ ഒരു വയലിൻ്റെ ബിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് വയലിൻ, സെഹനായി, ഫ്ലൂട്ട് ഇതൊക്കെ ഒന്ന് വായിച്ച് അതിൻ്റെ ഒരു മ്യൂസിക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ വിധത്തിൽ എടുത്ത് വെച്ചാൽ ഏകദേശം ആ ഡയലോഗിൻ്റെ ലെങ്ത്തിലൊക്കെ നമുക്ക് ഇട്ട് വെച്ച് ഫെയ്ഡ് ചെയ്ത് ഇട്ടെടുത്ത് നമ്മൾ അറിയാതെ നമ്മൾ കരഞ്ഞു പോകും. നമ്മൾ കണ്ണെന്ന് അറിയും ഭയങ്കരമായിട്ട്. പിന്നെ ചേട്ടൻ പറഞ്ഞാൽ ഈ സീക്വൻസ് നമ്മൾ ഓർക്കണം. ഇങ്ങനെ കാണിക്കാൻ പറ്റും. പക്ഷേ ഈ സ്പോട്ടിൽ കരയാന്ന് പറഞ്ഞാൽ ഗ്ലിസറിൻ ഇട്ട് കഴിഞ്ഞാൽ അപ്പോഴേ കരഞ്ഞു, അല്ലെങ്കിൽ കണ്ണ് ചുവന്ന് തുറക്കാതെ. ചിലരൊക്കെ ഇങ്ങനെ 1 ലിറ്ററൊക്കെ എടുത്ത് ഒഴിക്കണാണ് ഇങ്ങനെ കണ്ണ്. ഗ്ലിസറിൻ്റെ അടുത്ത് ഇങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ കണ്ണിൽ ഇടുന്ന ഒരു സീനിൽ മണിയുടെ അസിസ്റ്റൻ്റ് എടുത്ത് കൊടുത്ത വെളിച്ചെണ്ണ ഇരുന്നു.
കണ്ണിൽ കൊണ്ട് വെളിച്ചെണ്ണ ഇട്ട് കൊടുത്ത് ഗമ്മെടുത്ത് കൊടുത്തവരുണ്ട്. മറ്റേ മീശ കംപ്ലീറ്റ്. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, കണ്ണിൽ വെളിച്ചെണ്ണ എന്ത് ചെയ്യും. ശരിക്കും ഇതിന്റെ പുറകിൽ ഒരു ഹാർഡ് വർക്ക് പരിപാടി ഉണ്ടല്ലോ. ഇപ്പൊ ആർട്ടിസ്റ്റ് ചിന്തിക്കുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് ചിരിക്കുക, കരയാ, തമാശ പറഞ്ഞ ആളുകളെ ഷോർട്ടിൽ പെട്ടെന്ന് കണ്ണ് ചുമക്കണമെന്ന് പറഞ്ഞാൽ ഒരു തുള്ളി ഡോട്ടൊക്കെ ഒരു ഗ്ലിസറിൻ ഇട്ട് നമുക്ക് ചുമപ്പിക്കാൻ പറ്റും. പെട്ടെന്ന് ഉള്ള ഷോർട്ട് എടുക്കണം. പണ്ടൊരു ഒരു പൂവിന്റെ ചുണ്ടയ്ക്ക അല്ലേ, മറ്റേ അടിവേരുകളൊക്കെ ഇടുമ്പോ കണ്ണിന്റെ കഥകളിക്കാരെടുക്കും, കുരു അതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ കണ്ണ് ചുവന്ന് നടക്കും. ആർട്ടിഫിഷ്യൽ അല്ല, നാച്ചുറലാണ്. ഇപ്പൊ ഇതിലിപ്പം ആങ്കേഴ്സ് നായികമാരെ എത്തുന്നു എന്നൊരു പ്രത്യേകത കൂടി ഉണ്ട്. ഇപ്പൊ ഒരുപാട് പേര് സിനിമയിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഈ ഒരു വഴിയിൽ കൂടിയാണ്. അതിന്റെ ഒരു സന്തോഷം. ഞാൻ ഈ ഒരു വഴിനെ അതിനുള്ള ഒരു ബൈപ്പാസ് ആയിട്ട് ഒരിക്കലും കണ്ടിട്ടില്ല. എനിക്ക് ഇതുവരെ ഞാൻ ചെയ്ത ജോലി, അതിപ്പോ ഞാനിപ്പോ കറന്റ് റേഡിയോ ജോക്കിയാണ് ക്ലബ് എഫ് എമ്മിൽ. ആങ്കറിങ് ചെയ്യാറുണ്ട്. ഞാൻ ഒരു ചാനലിൽ കണ്ടിന്യൂസ് 2 വർഷം ആങ്കറിങ് ചെയ്തിട്ടുണ്ട്. TV ആങ്കർ ആയിരുന്നു. പക്ഷേ അതൊക്കെ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് ചെയ്യണതാണ്. എനിക്ക് ഇഷ്ടമുള്ള പ്രൊഫഷനിൽ മാത്രമേ ഞാൻ ഇതുവരെ വർക്ക് ചെയ്തിട്ടുള്ളൂ. സിനിമയും നമ്മൾ പറയില്ലേ ഇപ്പോൾ കല്യാണം കഴിച്ചതിന് ശേഷം പ്രണയത്തിലാവുക എന്നൊക്കെ പറയില്ലേ, സിനിമ ആക്ച്വലി ഞാൻ ഫസ്റ്റ് സിനിമയിൽ എൻ്റർ ആയപ്പോഴാണ് ഈ സിനിമ എന്നുള്ള ആ ഒരു വലിയൊരു കലയുടെ ഒരു മഹത്വം അല്ലെങ്കിൽ അതിൻ്റെ ഒരു വാല്യൂ ഏറ്റവും കൂടുതൽ മനസ്സിലായത്. എത്ര ആൾക്കാർ അതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്യണം. നമ്മൾ ഈ 2.5 മണിക്കൂർ കാണുന്ന സിനിമയുടെ പിന്നിൽ എത്ര ആൾക്കാരുടെ ഹാർഡ് വർക്കാണ്. അതിന് ഭയങ്കര റെസ്പെക്ട് വേണ്ട ഒരു സാധനം. അന്ന് തൊട്ടിട്ടാണ് ആ പ്രണയവും അല്ലെങ്കിൽ ആ ഒരു പാഷനും എനിക്ക് കൂടുതലുണ്ടായെന്ന് ഞാൻ പറയും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ഈ വർക്ക് അല്ലെങ്കിൽ സിനിമ എന്ന് പറയുന്നത് എൻ്റെ ഇഷ്ടത്തിന്, എനിക്ക് അത്രയും ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ചെയ്യണതാണ്. അപ്പോൾ ഐ എം സോ ഹാപ്പി. കൂടുതൽ ചെയ്യാൻ പറ്റട്ടെ, നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റട്ടെ എന്നുള്ള വലിയ ആഗ്രഹമുണ്ട്. സംഭവിക്കട്ടെ. ഇപ്പം സമയപരിധി ഉണ്ട്, നമുക്ക് വൈൻഡപ്പ് ചെയ്യണം. അതിനു മുമ്പ് ഒരൊറ്റ ചോദ്യം കൂടെ. ഇപ്പം ഞാൻ ചത്താപ്പച്ചയിൽ അർജുൻ ചേട്ടനോട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, 3 വർഷത്തെ ഒരു ജേർണിയിൽ ഏറ്റവും കൂടുതൽ ഒരു ആക്ടർ എന്ന നിലയിൽ നമ്മൾ പലരെയും കൈയടിച്ചിട്ടുണ്ടാവും, സ്വയം നമുക്ക് ഒരുപാട് കൈയടികൾ കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ മറക്കാനാവാത്തൊരു കൈയടിയെന്ന് ചോദിച്ചപ്പോൾ സിനിമ കണ്ട് ഇറങ്ങിയിട്ട് സാർ ഹഗ് ചെയ്ത്, അച്ഛൻ ഹഗ് ചെയ്ത് കിസ് ചെയ്തൊരു മൊമെൻ്റ് ആണ് അദ്ദേഹം പറഞ്ഞത്. സോ നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ അതേ ചോദ്യം, ഒരുപാട് കയ്യടികൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും, പക്ഷെ ലൈഫിൽ മറക്കാനാവാത്ത ഒരു വലിയൊരു മൊമെൻ്റ് ആയിട്ട് കാണുന്ന ഒരു കയ്യടി അതെന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ? നമ്മൾ അഭിനയിച്ച സിനിമകളെ കുറിച്ച് ചിലരെടുത്ത് പറയുമ്പോഴുണ്ടാകുന്നൊരു സംഭവം, ആ സിനിമ ഗംഭീരമായിരുന്നു, അത് നന്നായി പെർഫോം ചെയ്ത് ഇന്നും ഞങ്ങളുടെ മനസ്സിൽ ആ സിനിമയുണ്ട് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം. അതിപ്പോഴും നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ചില സിനിമകളെല്ലാം ഇല്ല, അത് തന്നെ നമുക്ക് മറക്കാൻ പറ്റാത്ത അനുഭവം. ഇന്നും ജനങ്ങൾ ഇപ്പം നിങ്ങൾ ഇതുവരെ ഒരു സ്റ്റേറ്റ് അവാർഡ്, ഒരു നാഷണൽ അവാർഡ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഞാൻ കൊടുക്കുന്ന മറുപടി, ഞാൻ ചെയ്തൊരു സിനിമ ഒരു അവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ അത് ജനങ്ങളുടെ മനസ്സിലുണ്ടാവണം. ആ സിനിമയാണ് അവരെന്നെ ഓർക്കുന്നത്. അങ്ങനെ ഒരു സിനിമയാണ് പഞ്ചാബി ഹൗസ്. അതൊരു ഓസ്കാർ അവാർഡാണ് എനിക്ക്. ശരിയാ, അതെ, ഇപ്പോഴും നമ്മുടെ മനസ്സിലുള്ള. അത് മാത്രമല്ല ഒരുപാട് സിനിമകളുണ്ട് അതുപോലെ ഓർത്തെടുക്കാൻ പറ്റിയ. അതെ, ശരിയാണ്. അതാണ് ഒരു വലിയ അവാർഡ് എന്ന് പറയുന്നത് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു മൊമെന്റ് പറയാൻ പറ്റുകയാണെങ്കിൽ? എനിക്ക് ഭയങ്കര അല്ല, ഞാൻ എല്ലാ കാര്യങ്ങളിലും ഒരുപാട് പടങ്ങളും കിട്ടിയിട്ടുണ്ട്. ഇത്ര 50 വർഷം 40-40 പടം ചെയ്തതില്ല. എന്നാലും പ്രിയ എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ ഞാനിത് ഹിന്ദിയിലെടുത്തു, ഹിന്ദിയിലെടുത്തപ്പോൾ നിൻ്റെ ഉള്ള എസ്പാൻ, അതായത് ഒരു കോമഡിയാണ് ചെയ്തത്, നിൻ്റെ 2% ചെയ്യാൻ പറ്റില്ല. നിൻ്റെ പടം ഞാൻ ഇതിട്ട് കാണിച്ചു കൊടുത്തു, ഇതാണ് പെർഫോമൻസ്, ഈ സ്പീഡ് ഈ റേഞ്ച് ചെയ്യണം. അയാൾ പറഞ്ഞു എന്നെ മാറ്റുന്നതാണെന്നല്ല, എനിക്കിതിനപ്പുറം വരില്ല. മലയാള ആർട്ടിസ്റ്റുകളെന്ന് പറഞ്ഞാൽ അവർ ഭയങ്കരമാരാണ്, എല്ലാം കംപ്ലീറ്റ് ചെയ്യും. മോഹൻലാലിനെ വെച്ച് ഒരു റീമേക്ക് നമ്മുടെ നാഗേശ്വരൻ്റെ മകനുണ്ട്, പേരുണ്ട്, ഹീറോ, അതായത് വെച്ച് വന്ദനം റീമേക്ക് ചെയ്യാൻ നേരത്തെ അയാൾ ആദ്യം റിയാനോട് പറഞ്ഞത്, വാട്ട് യു ആർ എക്സ്പെക്ടിങ് ഫ്രം മോഹൻലാൽ, അതിൻ്റെ 1% എനിക്ക് പറ്റില്ല, അല്ലെങ്കിൽ മാറ്റിക്കോണം, എനിക്ക് ചെയ്യാൻ പറ്റില്ല മോഹൻലാലിലോട്ട്. അത്രയ്ക്ക് വലിയ ആക്ടേഴ്സ്. മലയാളത്തിലുള്ള എല്ലാ ആക്ടേഴ്സിനും അങ്ങനെ ഒരു പേര് മറ്റു ലാംഗ്വേജുകളുണ്ട് എല്ലാം. അതൊരു ഭയങ്കര, മലയാളത്തിലെ മറ്റു ഭാഷയിൽ അഭിനയിച്ചാൽ അവർക്ക് മലയാളത്തിലെ നടന്മാരെയും നടിമാരെ കുറിച്ച് അവരുടെ പെർഫോമൻസിനെ കുറിച്ച് സിനിമകളെ സംസാരിക്കും. എൻ്റെ കൂടെയാണ് അഭിനയിച്ചത്, സുഹാസിനി കൂടെ അവിടെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ മദ്രാസ് ചെന്നിട്ട് മദ്രാസ് ആർട്ടിസ്റ്റുകളൊക്കെ പറഞ്ഞത്, മലയാള പടം നടിക്ക് പറയാ ഭയങ്കര കെയർഫുൾ ആയിരിക്കണം സാർ, പോസ്റ്റ് എന്ന് പറഞ്ഞാലും ഭയങ്കര ടാലന്റ്, അങ്ങനെ കെയർഫുൾ ആയിരിക്കണം. നിങ്ങൾക്ക് അങ്ങനെ രണ്ടുപേരോടും ചോദിക്കാം, ഒരു വലിയൊരു സിനിമയാവാം, കരിയറിലാവാം, ഒരു കൈയടി കിട്ടിയ ഒരു മൊമെന്റ്? അങ്ങനെ ഞാൻ അത്ര അങ്ങനെ ആവാനുള്ള ഒരു അത്ര ഒരുപാട് വർക്ക് ഞാൻ ചെയ്തിട്ടില്ല. ഹസ്ബൻഡ് നല്ലൊരു സാരി വാങ്ങിച്ചു കൊടുത്തപ്പോഴത്തേക്കും കൈയടി, വെരി ഗുഡ് വെരി ഗുഡ്, അങ്ങനെ വേണം. അതങ്ങനെയല്ല, ഇപ്പൊ ഈ സിനിമയിൽ തന്നെ ഉണ്ണീഷ്ണ സാറ് ഷോട്ട് കഴിയുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, അതായത്
താൻ നല്ലൊരു ആർട്ടിസ്റ്റാണ്, താൻ പെട്ടെന്ന് പിക്കപ്പ് മതിയല്ലോ, ചെയ്യുന്നുണ്ട് അത് തന്നെ ഏറ്റവും best. എന്ന് പറഞ്ഞപ്പോ അപ്പോഴാണ് ഞാൻ ഹാവു ദൈവമേ എന്ന് എനിക്കെന്റെ ഓക്കെ കുഴപ്പമില്ല ചെയ്യുന്നത് സാറിന് ഓക്കെ ആണ്, എനിക്കത് വലിയ ആശ്വാസമായിരുന്നു. അപ്പൊ അതെനിക്ക് വലിയൊരു കോംപ്ലിമെന്റ് ആണ്. അതാണ് എനിക്കിപ്പോ വലിയൊരു കാര്യം തന്നെ. ജിഷാൻ ചേട്ടാ? ഞാനിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഓർക്കായിരുന്നു, ഒന്നുമില്ല, ജോക്കർ ഇറങ്ങിയ സമയത്ത് തിയേറ്ററിൽ കാണാൻ പോയപ്പം പടം കണ്ട് ഇറങ്ങി ഞാൻ തിയേറ്ററിലുണ്ട് എന്നുണ്ട് ഒരുപാട് പേരിങ്ങനെ കൈതരാനും കുറേ പേരെടുത്ത് പൊക്കുന്നു. അപ്പം ഈ കൈതരാൻ നിന്ന കൂട്ടത്തിൽ എൻ്റെ അച്ഛനും അമ്മയും വന്ന് അവരുടെ കൂട്ടത്തിൽ വന്ന് എനിക്ക് അയ്യോ അത് ഇങ്ങനെ ഇപ്പം ആലോചിക്കുമ്പോൾ ഭയങ്കര സന്തോഷം. ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം പ്രതിച്ഛായ വലിയൊരു വിജയമാവട്ടെ. മാർച്ച് 26-ന് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയിൽ ഞാൻ ഉണ്ടാവും. നിങ്ങൾ ചെയ്ത ഓരോ കഥാപാത്രവും മികച്ചതാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിഷ് ചെയ്യണം. അപ്പോൾ എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. താങ്ക് യു.